കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പ് നമ്മൾ കർത്താവായ യേശുമിശിഹായോട് ചേരുകയും കർത്താവായ യേശുമിശിഹായുടെ ജീവിതവും നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കുകയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശുമിശിഹായുടെ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റുകയും കർത്താവായ യേശുമിശിഹയെ പോലെ ഈ ലോകത്തിലായിരുന്നിട്ടും ലോകത്തിൻ്റെ അല്ലാതെ ദൈവത്തിൻ്റെതായി തീരുന്നത് പോലെ ഓരോ നോയമ്പിൻ്റെ അവസാനം നമ്മളും ഏറ്റെടുക്കുന്ന പ്രതിജ്ഞ ഇത് തന്നെയാണ്. ഞാൻ ലോകത്തിലായിരുന്നു, പക്ഷെ എൻ്റെ ചിന്തയും പ്രവൃത്തിയും എൻ്റെ വിചാരവും ഒന്നും ലോകത്തിൻ്റെതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാൻ ഈ നോയമ്പിൻ്റെ അവസാനത്തിൽ എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അവസ്ഥയെ കഴുകി കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ദൈവം എനിക്ക് തന്ന ഏറ്റവും അനുഗ്രഹം, ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ കർത്താവായ യേശുമിശിഹ എന്നിൽ വസിക്കുകയും ഞാൻ കർത്താവായ യേശുമിശിഹയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ലോകത്തിൽ സമർപ്പിക്കുന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഈ ലോകത്തിൽ സമർപ്പിച്ച് ഞാൻ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. എല്ലാം കർത്താവിൻ്റെ രാജ്യവും ശക്തിയും മഹത്വത്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 34 വരെ തിരുവചനങ്ങളാണ്. ഇവിടെ കർത്താവായ യേശുമിശിഹ നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ രാജ്യം, പിതാവിൻ്റെ രാജ്യം, സ്വർഗത്തിൻ്റെ രാജ്യം നമുക്ക് തരാൻ വേണ്ടി പിതാവ് നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൻ്റെ രാജ്യം നമ്മുടെ മേൽ കടന്നു വരാൻ വേണ്ടി പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്വർഗത്തിൻ്റെ രാജ്യം, പിതാവിൻ്റെ രാജ്യം പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു രാജ്യമാണ്. അപ്പോൾ നോയമ്പ് സമയത്ത് നമുക്കുണ്ടാകുന്ന ആദ്യത്തെ മനോഭാവം ഈ പിതാവിൻ്റെ രാജ്യം, സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും രാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. അതാണ് ആദ്യത്തെ കർത്തവ്യം. നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ കർത്തവ്യം അത് തന്നെയാണ്. പിതാവിൻ്റെ രാജ്യം നമ്മുടെ മേലുണ്ടായിരിക്കണം. മറ്റത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സമ്പത്തെല്ലാം വിട്ട് ദാനം ചെയ്യുവിൻ. അതായത് നമ്മുടെ സമ്പത്തൊക്കെ നമ്മുടെ ഭൂമിയിൽ പാപിയായി തീർക്കാനും പാപത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം തെറ്റാണ്. പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന എന്തുണ്ടായാലും അതെല്ലാം തെറ്റാണ്. അപ്പോൾ പാപത്തെ നമ്മളെ നയിക്കുന്ന എന്തുണ്ടെങ്കിലും അതെല്ലാം വിട്ട് കളയണം. അത് സ്വത്തായാലും എന്തിലും ബന്ധനമായാലും എന്തായാലും നമ്മൾ ഉപേക്ഷിച്ച് കളയണം. നേരെ മറിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കണം. നമ്മുടെ നിക്ഷേപം എല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലായിരിക്കണം. നമ്മുടെ നിക്ഷേപം എല്ലാം പിതാവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലാകുമ്പോൾ ഒരുപാട് കൃപകളും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അതാണ് അവസാനത്തെ വാക്യത്തിൽ കർത്താവായ യേശുമിശിഹ ഓർമ്മപ്പെടുത്തുന്നത്, നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിൻ്റെ ഹൃദയം. അപ്പം എൻ്റെ എല്ലാ നിക്ഷേപം സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലും പുത്രനായ കർത്താവായ യേശുമിശിഹയിലായിരിക്കണം. അപ്പോൾ എൻ്റെ ഹൃദയം അവിടെ തന്നെ പ്രവർത്തിക്കും. ഞാൻ എന്ത് ചെയ്താലും കർത്താവായ യേശുമിശിഹയെ ഓർത്തുകൊണ്ട് ചെയ്യണം. ഏത് വഴി സഞ്ചരിച്ചാലും ദൈവത്തിൻ്റെ വഴിയിൽ ഞാൻ സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ നോയമ്പ് നമ്മുടെ നിക്ഷേപവും എവിടെയാണോ അവിടെ തന്നെ നമ്മുടെ ഹൃദയമായിരിക്കുന്ന പോലെ എൻ്റെ നിക്ഷേപം കർത്താവായ യേശുമിശിഹായിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ ഹൃദയം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.